അമ്മ കഴിക്കാനെടുക്കട്ടെ? നീ കുറച്ച് ബുദ്ധിമുട്ടും പ്രതിഭേ. അത്ര എളുപ്പം ആ മനസ്സിൽ കയറിപ്പറ്റാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. പ്രതിഭ മനസ്സ് വെച്ചാലൊക്കെ പറ്റും. എന്തായാലും കയ്യിലുള്ള ആയുധമൊക്കെ എടുത്ത് പ്രയോഗിക്കട്ടോ, അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ പോയിട്ട് വരാം. അമ്മ ആഹാരമൊക്കെ എവിടെന്നെങ്കിലും കഴിച്ചു കാണും. സമയം എത്ര ആയില്ലേ? നീയേ നല്ലൊരു ചായ ഇട്ടങ്ങ് കൊടുക്ക്. ചിലപ്പോ വാങ്ങി കുടിക്കും. പൊക്കോ. പിന്നെ അന്ന് പാല് കൊടുത്തത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. സുശീലേ, ഇന്ദുമോൾ അണിഞ്ഞതിന്റെ ബാക്കി ആഭരണങ്ങൾ മുഴുവൻ ഇതിലിരിപ്പുണ്ട്. ഇത് തന്നെ ഏകദേശം ഒരു 100 പവൻ അടുത്ത് കാണും. കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു വെക്കേ. എന്നിട്ട് സത്തിനെ താലി കെട്ടാൻ വേഗം ഇറക്കിക്കൊള്ളു. ശരി സാറേ. സുശീല അങ്ങനെ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നൊന്നും പറയാനൊക്കില്ല. എനിക്കിനിയുള്ള കാലം സുഖമായിട്ട് ജീവിച്ചു പോവാൻ ഇത് മതി. ഹർഷ പറഞ്ഞതുപോലെ ഇതിവിടെ സൂക്ഷിക്കുന്നത് അപകടം തന്നെയാണ്. ആന്റി ആ സ്വർണം കൈ വെക്കുന്നത് അപകടമാ. സത്യനോടോ ഇന്ദ്രനോടോ സച്ചി സാർ ആ കാര്യം പറഞ്ഞ അവർ ആന്റി പോലും അറിയാതെ വീട്ടിൽ നിന്ന് ആ സ്വർണം എടുത്ത് സച്ചി സാറിന് തിരിച്ചു നൽകും. ഞാൻ പിന്നെ എന്ത് ചെയ്യും ഹർഷേ? എല്ലാം കൂടി ഒരു 100 പവനെങ്കിലും കാണും. അല്ല, അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചാൽ നിന്റെ ലോക്കറി വെക്കാൻ പറ്റൂ? അതൊന്നും വേണ്ട ആന്റി. ലോക്കർ എന്റെയും രവിയേട്ടന്റെ പേരിലാ. രവിയേട്ടൻ ഇതറിഞ്ഞ ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ആന്റി ഒരു കാര്യം ചെയ്യാം. നാളെ തന്നെ ആ സ്വർണം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് ആന്റിയുടെ അക്കൗണ്ടിലേക്ക് ആ പണം എടുത്തിട്. അതാ ഞാൻ ആലോചിച്ചിട്ട് നല്ലതെന്ന് തോന്നുന്നു. അമ്മേ, ചായ. ഞാൻ നിന്നോട് ചായ ചോദിച്ചോ? ചോദിക്കുന്ന എന്തിനാ? അമ്മ ക്ഷീണിച്ചു വന്നാ കണ്ടറിഞ്ഞ് ചായ ഉണ്ടാക്കി തരേണ്ട കടമ എനിക്കില്ലേ? ഞാൻ ക്ഷീണിച്ചൊന്നും വന്നതല്ല. അത്ര വേഗം എന്നെ ക്ഷീണിപ്പിക്കാൻ ആർക്കും പറ്റിയല്ല. എന്തായാലും കൊണ്ടുവന്നല്ലേ, ഇതാ. പിന്നിന്നിവിടെ അമ്മയും അച്ഛനും വന്നായിരുന്നു. അമ്മ വരുമെന്ന് കരുതി
കുറെ നേരം കാത്തിരുന്നു. ഉച്ച കഴിഞ്ഞാ രണ്ടുപേരും പോയത്. ആഹാ, സൽക്കാരവും സദ്യയൊക്കെ കഴിഞ്ഞിട്ടാ പോയെന്ന് പറ. അവർക്ക് നല്ല സന്തോഷാണല്ലോ. ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മകളുടെ കല്യാണം അങ്ങ് കഴിഞ്ഞു കിട്ടി. ആരെയും കല്യാണത്തിന് ക്ഷണിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. ആളും കോളും ആഡംബരമായിട്ട് സ്വപ്നം കണ്ടതൊക്കെ നടന്നു. അതിനുവേണ്ടി ഓടിയതോ ഞാനും. അമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ചാ അച്ഛൻ തിരിച്ചു പോകുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓഹോ, സത്യേട്ടന്റെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള അമ്മയുടെ ഓട്ടോ ഒക്കെ അച്ഛനും കണ്ടുകൊണ്ടിരുന്നല്ലേ? അതെ, കണ്ടതാണ്. കൂടെ നിന്ന് എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവസാനം എന്നെ കാലുവാരി വീഴ്ത്തുന്നവരോടൊപ്പം അവനും അങ്ങ് ചേർന്നു. അതൊന്നും സുശീല ഒരിക്കലും മറക്കില്ല. അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ. അച്ഛനും ഞാനും സത്യേട്ടന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് ഇതിലും വലിയ നാണക്കേടുണ്ടാവുമായിരുന്നു. ഇന്ദുവിനെ ആ ഡോക്ടർ രാഹുല് കല്യാണം കഴിക്കുകയും സത്യേട്ടന്റെ കല്യാണം മുടങ്ങുകയും ചെയ്താലുള്ള അവസ്ഥ അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുമില്ലേലും അമ്മ ഒരിക്കലും എന്നെ സത്യേട്ടന് വേണ്ടി ആലോചിച്ചിരുന്നല്ലോ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് എന്നെ മരുമകളായിട്ട് അംഗീകരിക്കാനും പറ്റും. അയ്യോടി, ഒരുപാടങ്ങ് കൊഞ്ചല്ലേ. ദാ കൊണ്ടുപോ. നിന്നേ, ഇവിടെ എന്നെ അന്വേഷിച്ച് വേറെ ആരെങ്കിലും വന്നായിരുന്നോ? ഇല്ലമ്മേ, എന്റെ അച്ഛനും അമ്മ അല്ലാതെ വേറെ ആരും വന്നിരുന്നില്ല. ആ ശരി ശരി, പൊക്കോ. അപ്പൊ സ്വർണം ചോദിച്ച് സച്ചി ഇതുവരെ ആരെയും വിളിച്ചിട്ട് പോലുമില്ല. ഹർഷ പറഞ്ഞതുപോലെ നാളെ തന്നെ അത് ഇവിടുന്ന് മാറ്റണം.